അനിൽ മണ്ണത്തൂർ മാഷിൻ്റെ വരികൾക്ക് ശബ്ദ സാന്നിധ്യവുമായി ഫെബിൻ പെരിങ്ങാല. ഇന്നുണർന്ന് ജനൽപ്പാളിയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല വെളിച്ചം, ഇളം മഴത്തുള്ളികൾ സൂര്യരശ്മിയിൽ തട്ടി നല്ല ചന്തമുള്ള പ്രകൃതി. അല്ലെങ്കിലും ദേവഗിരിക്കുന്ന സുന്ദരിയാണ്. പുറത്ത് കിളിനാദമൊന്നുമില്ല, എല്ലാം ഇരതേടി പോയിരിക്കുന്നു. ജോസേട്ടൻ്റെ ആടിൻ്റെയും കുഞ്ഞുങ്ങളുടെയും ദയനീയ കരച്ചിൽ മാത്രം. വാതിൽ തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ ഹോസ്റ്റലിലും വലിയ ബഹളമില്ല. തെരഞ്ഞെടുപ്പായതിനാൽ എല്ലാവരും കോളേജിലേക്ക് നീങ്ങിക്കാണും. രാത്രിയിലെ ചർച്ചയൊക്കെ കഴിഞ്ഞ് കിടക്കാൻ വൈകിയതിനാലാവും ഞാൻ ഉണരാൻ വൈകിയത്. പെട്ടെന്ന് എൻ്റെ പ്രഭാതകൃത്യങ്ങളെല്ലാം നിർവഹിച്ച് ഭക്ഷണവും കഴിച്ച് കോളേജിലേക്ക് ചെല്ലുമ്പോൾ വോട്ട് ചെയ്യാൻ നല്ല തിരക്ക്. കുറച്ച് കഴിയട്ടെ, ദീപുവും ജോസഫും മണിയും എല്ലാം പറഞ്ഞു. വേണ്ട, എൻ്റെ മനസ്സ് തിരക്ക് കൂട്ടി. നീണ്ട വരിയിൽ നിന്ന് ഞാനും വോട്ട് ചെയ്തു. ഇന്നലത്തെ ജാഥ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വിജയം ഉറപ്പിച്ചതാണ്. എങ്കിലും അവസാന വോട്ടുപിടുത്തവുമായി നടക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് ഒരു വിളി, അനി. തിരിഞ്ഞു നോക്കുമ്പോൾ സുഭാഷ്, REC സ്കൂളിലെ എൻ്റെ ചങ്ങാതിയാണ്. നീ അറിഞ്ഞില്ലേ? അവൻ്റെ സങ്കടം നിറഞ്ഞ സ്വരം. എന്ത് എന്ന എൻ്റെ മറുചോദ്യവും. നമ്മുടെ പാലിയിലെ ശിവൻ എന്ത് പറ്റി? ഇന്നലെ ലോറി തട്ടി മരിച്ചു. സുഭാഷേ, നീ എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ കൈകൾ അവൻ്റെ ദേഹത്ത് മുറുക്കി പിടിച്ചു. ഒരു കടലിലെ മൊത്തം തിരമാലകൾ ഇരുമ്പുന്നത് ആ നിമിഷം ഞാൻ അറിഞ്ഞിരുന്നു. കുറഞ്ഞ സമയത്തിന് ശേഷം സുഭാഷ് എന്നെ ടാഗോർ ഹോസ്റ്റലിലെ മുറിയിലെത്തിച്ചു. അവനെ ഞാൻ പറഞ്ഞു വിട്ട ശേഷം തലയിണയിൽ തലപൊത്തി കിടന്നു. ശിവൻ എനിക്ക് ആരാണ്? ചങ്ങാതിയോ? അല്ല, എൻ്റെ എല്ലാം. ഹൈസ്കൂൾ പഠനകാലത്ത് കാഴ്ച വൈകല്യമുള്ള എന്നെ തറമണ്ണിൽ വീട്ടിൽ നിന്നും RECയിലേക്കും തിരിച്ചും എത്തിച്ചത് ശിവനും അവൻ്റെ ഏട്ടൻ നാരായണനുമായിരുന്നു. ശിവനുമായുള്ള ചങ്ങാത്തം എന്തു മനോഹരമായിരുന്നു. ഉറക്കെ ചിരിച്ച് ഓടിക്കളിച്ച് എന്തൊക്കെ തമാശകൾ. സ്കൂളിൽ എനിക്ക് പറ്റുന്ന വിഡ്ഢിത്തരങ്ങൾ മണിയേട്ടനോടും രജിത്തിനോടും രതീഷിനോടും പറഞ്ഞ് സ്വയം പൊട്ടിച്ചിരിക്കുന്ന ശിവൻ. പ്ലാവിൽ നിന്ന് ചക്ക വീഴ്ത്തി പ്ലാവിൻ ചുവട്ടിലിരുന്ന് കഴിക്കുന്ന ഒരു കാലം. സിനിമ കണ്ട് വള്ളിപുള്ളി വിടാതെ എനിക്ക് പറഞ്ഞു തന്ന ദിവസങ്ങൾ. ഞാൻ കോളേജിലേക്കും അവൻ പണിക്കും പോയ ശേഷം ചുരുക്കമേ തമ്മിൽ കണ്ടിട്ടുള്ളൂ. കെട്ടാങ്ങലിലെ മില്ലിൽ നിന്നും അരികൊത്തി കൊണ്ടുവന്ന ദിവസമാണല്ലോ തമ്മിൽ അവസാനമായി കണ്ടത്. കുറച്ചു കാലം കഴിയട്ടെ, ഞാൻ മിനി ലോറി വാങ്ങി അതിൽ അരി കൊണ്ടുവരും. അതായിരുന്നു അവൻ എന്നോട് പറഞ്ഞ അവസാന വാക്കുകൾ. മനമറിയാതെ എൻ്റെ മിഴികളും വിതുമ്പി.